കനറ ബാങ്കിന്റെ എറണാകുളം റീജിയണൽ ഓഫീസിൽ ബീഫ് നിരോധനം. പുതുതായി ചുമതലയേറ്റ റീജിയണൽ മാനേജരാണ് ബീഫ് വിലക്കിയത്. ആഹാര സ്വാതന്ത്ര്യം വിലക്കിയതടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ച് ജീവനക്കാരുടെ സംഘടന ബാങ്കിന് മുന്നിൽ ബീഫ് വിളമ്പി പ്രതിഷേധിച്ചു. കനറ ബാങ്ക് എറണാകുളം റീജിയണൽ മാനേജർ അശ്വിനികുമാർ ജീവനക്കാരോട് മോശമായി പെരുമാറുന്നു എന്ന പരാതി നേരത്തെ മുതലുണ്ട്. അതിന് പിറകെയാണ് ഓഫീസ് ക്യാന്റീനിൽ അശ്വിനികുമാർ ബീഫ് നിരോധിച്ചത്. ആഹാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന നടപടിക്കെതിരെ ബാങ്ക് ജീവനക്കാരുടെ സംഘടനയായ ബെഫി പ്രതിഷേധം സംഘടിപ്പിച്ചു. ഓഫീസിന് മുന്നിൽ ബീഫ് വിളമ്പിയായിരുന്നു പ്രതിഷേധം. ഈ റിപ്പബ്ലിക് ആയിട്ടുള്ള ഇന്ത്യയിൽ നമ്മുടെ ഭരണഘടന നിർവചിക്കുന്ന രൂപത്തിൽ ഭക്ഷണം എന്ത് കഴിക്കണം എന്നുള്ള അവനവൻ്റെ തീരുമാനമാണ്. ബീഫ് ഇനി മുതൽ വിതരണം ചെയ്യാൻ പാടില്ല. ഇത് ഇന്ത്യൻ ഭരണഘടന പ്രകാരം പ്രവർത്തിക്കുന്ന ഒരു പൊതുമേഖലാ ബാങ്കല്ലേ. ഞങ്ങളെ സംബന്ധിച്ച്, ഞങ്ങളിവിടെ പണിയെടുക്കുന്ന ജീവനക്കാരെ സംബന്ധിച്ച് തീർച്ചയായും ഈ ബാങ്ക് നിലനിന്ന് പോകണം, ബാങ്ക് നല്ല നിലയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. പക്ഷേ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ് പൊതുമേഖലാ ബാങ്കിംഗ് സംവിധാനത്തെ പൂർണ്ണമായും ജനവിരുദ്ധമാക്കുന്നത്, തൊഴിലാളി വിരുദ്ധമാക്കുന്നത്. റീജിയണൽ മാനേജർ അശ്വിനികുമാർ വനിതകളായ ജീവനക്കാരോട് പോലും അധിക്ഷേപകരമായി സംസാരിക്കുന്നുവെന്നാണ് പരാതി. അധിക്ഷേപത്തിനിരയായ ഒരു ജീവനക്കാരി ജോലി ചെയ്യാനാകാത്ത വിധം മാനസിക പ്രയാസത്തിലാണെന്ന് ബെഫി നേതാക്കൾ പറഞ്ഞു. മീഡിയ വൺ. ഇതിപ്പോ നമ്മുടെ കേരളത്തിലേക്ക് കുറച്ച് കാലങ്ങളായിട്ട് ഈ അടുത്ത കാലത്തായി തുടങ്ങിയ ഒരു പ്രവണതയാണ് കേരളത്തിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അതല്ലെങ്കിൽ കേരളത്തിലെ ചില സർക്കാർ പദവികൾ, ചില സർക്കാർ സ്ഥാനമാനങ്ങൾ, ഇവിടെയൊക്കെ ഈ ഉത്തരേന്ത്യയിൽ നിന്നുള്ള ഈ കാവ്യവൽക്കരിച്ചിട്ടുള്ള അല്ലെങ്കിൽ RSSന്റെ നാഗ്പൂരിലെ ആസ്ഥാനത്ത് നിന്ന് നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അവിടെ ചെന്ന് കുമ്പിട്ട് നിൽക്കുകയും അവിടെ ചെന്ന് കാല് തൊട്ട് വണങ്ങുകയും ഒക്കെ ചെയ്യുന്ന സംഘിക്കോമരങ്ങളെ, കാവിക്കളസങ്ങളെ ഈ കേരളത്തിലേക്ക് പറഞ്ഞു വിടുക. അങ്ങനെ കേരളത്തിന്റെ ചില പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ, ഉന്നത കസേരയിൽ, അതുപോലെ ഉന്നതാധികാര കേന്ദ്രങ്ങളിലൊക്കെ ഇത്തരത്തിൽ കാവിക്കളസമിട്ട RSSകാരെ, സംഘപരിവാറുകാരെ തിരികെ കയറ്റി അവരെ അവിടെ സ്ഥാനോഹരാക്കുക എന്നുള്ള ഒരു നടപടി ഇത് കുറച്ചു കാലങ്ങളായിട്ട് നമ്മുടെ കേരളത്തിൽ തുടങ്ങുന്നതാണ്. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് കേരളത്തിന്റെ രാജ്ഭവനിൽ ഗവർണറായിട്ട് എത്തുന്ന പല ഈ കാവിക്കളസങ്ങളെയും നമ്മൾ കാണുന്നുണ്ട്. അവരുടെ ചില നിലപാടുകളും അവരുടെ ചില പ്രവർത്തികളും ഒക്കെ RSSന് കുഴലൂന്ന രീതിയിൽ, അല്ലെങ്കിൽ RSSന്റെ വാഴ്ത്തുപാട്ടുകാരായിട്ട് അവർ മാറുന്നതും നമ്മൾ കാണുന്നുണ്ട്. അത്തരത്തിൽ ചില വിഷയങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹത്തിൽ ചർച്ചയാവുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിലൊന്നായിരുന്നു ഭാരതാംബ വിഷയം. അത് കഴിഞ്ഞ് അങ്ങനെ ഓരോ കാര്യങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യ രാജ്യത്തെ ഒരു പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള കാനറ ബാങ്ക്. ഈ കാനറ ബാങ്കിന്റെ എറണാകുളത്തെ കൊച്ചി റീജിയണൽ മാനേജറായിട്ട്, അല്ലെങ്കിൽ ഡെപ്യൂട്ടി മാനേജറായിട്ട് ഈ അശ്വിനി കുമാർ എന്ന് പറയുന്ന ഒരു സംഘപരിവാറുകാരനെ തിരികെ കയറ്റിയിരിക്കുന്നത്. ഈ വ്യക്തി ഈ റീജിയണൽ മാനേജറായിട്ട് ചാർജ് എടുത്ത അന്ന് മുതൽ തുടങ്ങിയതാണ് ഇയാളുടെ അതിക്രമം. ജീവനക്കാരികളോട്, അതും എസ്പെഷ്യലി വനിതകളായിട്ടുള്ള ജീവനക്കാരികളോടായിട്ട് ഈ ഒരു മോശം ഒരു സമീപനം, അവരോട് മോശമായിട്ട് പെരുമാറുക, അവരെ കടിച്ചു കയറുക, അവരെ സമ്മർദ്ദത്തിലാക്കുക, ഇത്തരത്തിലുള്ള ഒരു സമീപനവുമായിട്ട് ഇയാൾക്കെതിരെ പരാതികൾ ഉയരാൻ തുടങ്ങിയിട്ട് ഇയാൾ ചാർജ് എടുത്ത അന്ന് മുതൽ ഇയാൾക്ക് പരാതികൾ ഉയരുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസമാണ് ഇയാൾ ഈ ജീവനക്കാർ കൊണ്ടുവരുന്ന ഭക്ഷണം, അവർ ഉച്ചക്ക് കൊണ്ടുവരുന്ന ഭക്ഷണത്തിലും അതുപോലെ അവിടെ ഈ റീജിയണൽ ഓഫീസിലുള്ള ക്യാൻറ്റീൻ ഉണ്ട്, ആ ക്യാൻറ്റീനിലും ഇതുവരെ വിളമ്പിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ അവിടെ സെർവ് ചെയ്തുകൊണ്ടിരുന്ന ബീഫ് അത് ഇനി പാടില്ല, അത് നിർത്തലാക്കണം എന്നുള്ള ഒരു ഉത്തരവ് ഇയാൾ ഇറക്കുന്നത്. അത് മാത്രമല്ല, ജീവനക്കാരെ ഇനി വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഭക്ഷണമാണെങ്കിൽ പോലും ഓഫീസിലേക്ക് വരുന്ന സമയത്ത്, ജോലിക്ക് വരുന്ന സമയത്ത് കൊണ്ടുവരുന്ന ഭക്ഷണത്തിൽ ബീഫ് ഉണ്ടാവരുത് എന്നുള്ള ഒരു ഉത്തരവ് കൂടി ഇയാൾ മുന്നോട്ട് വെക്കുകയാണ്. അതായത് സംഘപരിവാറിന്റെ അജണ്ട അത് കേരളത്തിന്റെ പൊതുസമൂഹം അങ്ങനെ ചെയ്യില്ലെന്ന് മനസ്സിലാക്കിയ സംഘപരിവാർ നിർബന്ധപൂർവം ഇത്തരത്തിൽ ഒരു മേലാധികാരിയായിട്ട് ഇരിക്കുന്ന ആൾ, അല്ലെങ്കിൽ ഈ ഒരു അതോറിറ്റിയിൽ, ഹൈറാർക്കിയിൽ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തി, ഇവരെ കൊണ്ടൊക്കെ ഈ സംഘപരിവാർ മിത്രങ്ങളെ അല്ലെങ്കിൽ സംഘികളെ ഇങ്ങനെ കുത്തി നിറച്ചുകൊണ്ട് അവരെ കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കുക.
എന്നിട്ട് നിർബന്ധപൂർവം അങ്ങനെ ഒരു നിരോധനം നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയെടുക്കുക. അത്തരത്തിലൊരു സിറ്റുവേഷൻ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കുക. ഇതിനുവേണ്ടി സംഘപരിവാർ നിരന്തരമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പൊ ഈ എറണാകുളത്തെ കാനറ ബാങ്കിൽ അവിടുത്തെ ക്യാൻറ്റീനിലും അവിടുത്തെ ജീവനക്കാർക്കും ഇത്തരത്തിൽ ബീഫ് കൊണ്ടുവരരുത് അല്ലെങ്കിൽ ബീഫ് അവിടെ വിതരണം ചെയ്യരുത് എന്നുള്ള രീതിയിലുള്ള ഒരു ഉത്തരവ് ഇയാൾ ഇറക്കിയിരിക്കുന്നത്. ഈ സംഘപരിവാറുകാര് എന്താണ് കരുതുന്നത്? ഇവര് എന്താണ് ആഗ്രഹിക്കുന്നത്? ഇവിടെ ബീഫ് കൊണ്ടുവന്നാല് നിങ്ങൾ ഞങ്ങളെ പിടിച്ചു തിന്നോടാ സംഘപരിവാറുകാരാ. അതിന് മാത്രമൊക്കെ നീ വളർന്നോടാ സംഘി, ചാണക സംഘികളെ. നിങ്ങളുടെ RSSന്റെ നേതാവായിട്ടുള്ള മോഹൻ ഭാഗവതിനോട് അങ്ങ് നാഗ്പൂരിലെ ആസ്ഥാനത്ത് പോയി അയാളോട് ചോദിക്കേ. ഇന്ത്യയാണ് ബീഫ് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യങ്ങളിൽ ഇന്ത്യ മുൻപന്തിയിലാണ്. ഈ ഇന്ത്യ രാജ്യത്ത് നിന്ന് എങ്ങനെയാണ് ഇത്രയധികം ബീഫ് കയറ്റുമതി ചെയ്യുന്നത്? കേരളത്തിൽ നിന്ന് ഇത്രയധികം ബീഫ് കയറ്റുമതി ചെയ്യുന്നില്ല, തമിഴ്നാട്ടിൽ നിന്നുമില്ല. ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റുമതി ചെയ്യുന്നത് ഒന്ന് ഗുജറാത്തിൽ നിന്നാണ്, ഒന്ന് UP നിന്നാണ്, മറ്റൊന്ന് മഹാരാഷ്ട്രയിൽ നിന്നാണ്. നിങ്ങളല്ല ഭരിക്കുന്നത്. നിങ്ങൾ ഭരിക്കുന്നു, ബീഫ് കഴിക്കരുത് അല്ലെങ്കിൽ ബീഫ് നിരോധിക്കണമെന്ന് നിങ്ങൾ അവകാശപ്പെടുന്നു. നിങ്ങൾ ഭരിക്കുന്ന രാജ്യത്ത് നിന്ന് ഇതുപോലെ അപ്പൊ ഇത്തരത്തിൽ സംഘപരിവാർ ഭരിക്കുന്ന UP നിന്നും ഗുജറാത്തിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും ജാർഖണ്ഡിൽ നിന്നുമൊക്കെ വേണ്ട വിധം ബീഫ് കയറ്റുമതി ചെയ്യുകയും അതിനൊക്കെ അറബി നാമത്തിലുള്ള അൽ കബീർ എന്നും അൽ ഹിലാൽ എന്നും ഒക്കെ പേരുകൾ വെച്ചുകൊണ്ട് അറബി നാമങ്ങളിലുള്ള പേരുകൾ ബ്രാൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ കയറ്റുമതി ചെയ്യാൻ നിങ്ങൾക്ക് ഉളുപ്പില്ലടോ സംഘപരിവാറുകാരാ. നിങ്ങൾ ബീഫ് നിരോധിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. നിങ്ങൾ തന്നെ നിങ്ങളുടെ ഗോമാതാവിനെ കട്ട് ചെയ്ത് നിങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നു. എന്തൊരു നാണക്കേടാണോ നിങ്ങളുടെ ഇതൊക്കെ? എന്നിട്ട് നിങ്ങളാണോ ഞങ്ങളെ വന്നിട്ട് പഠിപ്പിക്കുന്നത് ബീഫ് നിരോധിക്കണം, ബീഫ് കഴിക്കരുത് എന്നൊക്കെ? അതൊക്കെ പറഞ്ഞത് നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് അനുസരിച്ചിട്ട് കേട്ട് മൂലക്കിരിക്കാൻ മലയാളിയെ കിട്ടില്ലടോ. അതിന് നിങ്ങൾ വേറെ ഒരു ജന്മം ജനിച്ചാലും നിങ്ങൾക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. ഇത് കേരളമാണ്. നിങ്ങൾ പറയുന്നതനുസരിച്ച് മൂലക്കിരുന്ന് നിങ്ങളുടെ ആജ്ഞകൾക്കനുസരിച്ച് ജീവിക്കാനല്ല ഞങ്ങൾ പഠിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഇന്ത്യയിലെ പൗരന്മാരാണെങ്കിൽ ഞങ്ങളുടെ അവകാശങ്ങൾ, ഞങ്ങളുടെ പൗരാവകാശങ്ങൾ നേടിക്കൊണ്ട് എങ്ങനെ ജീവിക്കാമെന്ന് ഞങ്ങൾക്കറിയാം. അതിന് നിങ്ങളെപ്പോലെ ബീഹാറിൽ നിന്നും ഗുജറാത്തിൽ നിന്നും അങ്ങ് നാഗ്പൂരിൽ നിന്നും കയറി വന്ന് ഇവിടെ ജോലിക്ക് വന്ന് ഇവിടെ വന്ന് ഞങ്ങളുടെ മേലധികാരിയായി ഇരുന്നു കൊണ്ട് ഞങ്ങളോടങ്ങ് ആജ്ഞാപിച്ചാൽ അതങ്ങ് അനുസരിക്കാൻ ഞങ്ങളെ കിട്ടില്ല. അത്രയേ ഉള്ളൂ കാര്യം. അതുകൊണ്ട് ഈ ജീവനക്കാർക്ക് ഒരു പ്രത്യേക പ്രശംസയുണ്ട് കേട്ടോ. കാരണം ഇവിടെ ബീഫ് കൊണ്ടുവരരുത്, ഇവിടുത്തെ ക്യാൻറ്റീനിൽ ബീഫ് സെർവ് ചെയ്യരുത് എന്ന് ഒരു സംഘിത്തമ്പുരാൻ വന്നിട്ട് അങ്ങ് വിളമ്പുമ്പോൾ അതനുസരിച്ച് മൂലക്കിരിക്കാതെ എവിടെയാണോ ചെയ്യരുത് എന്ന് പറഞ്ഞത് അവിടെ തന്നെ കൊണ്ടുപോയിട്ട് പുലിമടയിൽ കയറിക്കൊണ്ട് അങ്ങോട്ട് കയറി ചെന്ന് ആക്രമിക്കുക എന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ? അത്തരത്തിൽ ആ കാനറ ബാങ്കിൽ വെച്ചുകൊണ്ട് തന്നെ നല്ല ബീഫ് വരട്ടിയത് കൊണ്ടുവന്നിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കഴിക്കാനുള്ള ആ ആർജവം കാണിച്ച ഈ ജീവനക്കാർക്ക് നമ്മളൊരു അപ്രീസിയേഷൻ അത് വേണം. അവർക്ക് നമ്മളൊരു കയ്യടി കൊടുത്തേ മതിയാവൂ. കാരണം ഇത്തരത്തിലുള്ള ഈ സംഘപരിവാറിന്റെ ഈ വർഗീയ കോമരങ്ങളുടെ ആജ്ഞാപനം കേട്ടിട്ട് അതിനനുസരിച്ച് നമ്മൾ തുള്ളാൻ നിന്ന് കഴിഞ്ഞാൽ ഇവർ നാളെ നമ്മുടെ വീട്ടിന്റെ പടിവാതിലും കടന്ന് നമ്മുടെ വീടിനകത്തേക്ക് ഇവർ കയറി വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ നമ്മുടെ രാജ്യം ഏറ്റവും കൂടുതൽ ബീഫിന്റെ ഉൽപ്പന്നങ്ങൾ, ബീഫ് മാംസങ്ങളാക്കി കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നാമത് നിൽക്കുമ്പോൾ ഈ രാജ്യത്തിലെ സംഘപരിവാർ പറയുന്നു നിങ്ങൾ ഇവിടെ ബീഫ് കഴിക്കരുത് എന്ന് പറഞ്ഞാൽ അത് നിന്റെ വീട്ടിൽ പോയി പറയടാ എന്ന്, നിന്റെ അച്ചിയോട് പോയി പറയടാ എന്ന് നമ്മൾ തിരിച്ചു പറയും. അതാണ് നമ്മുടെ പൊതുബോധം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ അവകാശങ്ങളിലേക്ക് കടന്നു കയറാൻ ഈ സംഘപരിവാറുകാരനെ നമ്മൾ അനുവദിക്കില്ല. ഇവൾ കുറെ കാലമായിട്ട് ഈ സംഘപരിവാർ നടത്താൻ ആഗ്രഹിക്കുന്നതും അതിൻ്റെ ഭാഗമായിട്ട് ഇവർ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതുമായ ഒരു കാര്യമാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഒന്ന് നമ്മളെ രാജ്ഭവനിലിരിക്കുന്ന ഗവർണർ രാജേന്ദ്ര അർലേക്കർ ആണെങ്കിൽ അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ റീജിയണൽ മാനേജറായിട്ടുള്ള അശ്വിനി കുമാർ എന്ന് പറയുന്ന ഈ സംഘപരിവാറുകാരൻ. അപ്പോൾ ഇവരോടൊക്കെ നമ്മുടെ സമീപനം എന്ന് പറയുന്നത് നമ്മുടെ അവകാശങ്ങൾ നമ്മൾ ഓർത്തുകൊണ്ട് നമുക്ക് ഇന്ത്യൻ പൗരൻ എന്ന രീതിയിൽ ഒരു ഭരണഘടന നൽകുന്ന ഒരു അവകാശമുണ്ട്. ആ അവകാശത്തിൻ്റെ മേൽ കൈകടത്താൻ ഒരു സംഘപരിവാറുകാരനെയും അനുവദിക്കാൻ പാടില്ല എന്നുള്ളത് അല്ലേ?
കാരണം ഇവരിപ്പോ ബീഫ് കയറ്റുമതി ചെയ്യുന്ന ഇവർ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യം ഭരിക്കുന്നത് സംഘപരിവാറാണ്. എന്തുകൊണ്ട് അവരത് ചെയ്യാതിരിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ അത് ചെയ്തു കഴിഞ്ഞാൽ, അങ്ങനെ കയറ്റുമതി ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കച്ചവടം ഇവർ നിർത്തിക്കഴിഞ്ഞാൽ അത് അവരുടെ ഇംഗത്തെ ബാധിക്കും, ഇവരുടെ വരുമാനത്തെ ബാധിക്കും. കാരണം ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ കയറ്റി അയച്ചുകൊണ്ട് കോടികളാണ് ഇവർ ഉണ്ടാക്കുന്നത്. ഗോതമാതാവിന്റെ പേര് പറഞ്ഞുകൊണ്ട് നമ്മുടെ രാജ്യത്തിനകത്ത് വെച്ച് ഇവർ എന്താ പറയുന്നത്, ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും കലാപങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഈ സംഘപരിവാർ തന്നെയാണ് ഇവിടെ നിന്ന് ഈ ബീഫുകൾ കയറ്റി അയക്കുകയും അതൊരു എക്സ്പോർട്ട് ബിസിനസ് ആക്കിയിട്ട് അതിലൂടെ കോടികൾ കൊയ്യുകയും ചെയ്യുന്നത്. അപ്പോ അതിലിവർക്ക് ആദർശമില്ല, നിലപാടില്ല, ഗോമാതാവില്ല. രാജ്യത്തിൻ്റെ അകത്ത് ആരെങ്കിലും കഴിക്കുകയും അത് വിളമ്പുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് വലിയ ഗോമാതാവിൻ്റെ പ്രശ്നമായി മാറുന്നു, അത് ഈ രാജ്യത്തെ രാഷ്ട്രീയമായി മാറുന്നു, ഒക്കെ മാറുന്നു. കയറ്റുമതിയിലൂടെ കോടികൾ പോക്കറ്റിലേക്ക് വരുമ്പോൾ അവിടെ ഗോമാതാവുമില്ല, അവിടെ ഹിന്ദു ഇല്ല, അവിടെ ക്രിസ്ത്യൻ ഇല്ല, അവിടെ മുസ്ലിം ഇല്ല, ഒന്നുമില്ല. അപ്പോ ഈ ഒരു നയമാണ് സംഘപരിവാർ രാജ്യത്ത് തുടർന്നു കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇവര് നമ്മളോട് വന്നിട്ട് പറയാണ് നിങ്ങൾ ബീഫ് കഴിക്കരുത് എന്ന് പറഞ്ഞാൽ, ആ പറയുന്നവന്റെ മുന്നിൽ ബീഫ് കഴിച്ചാൽ മാത്രം പോരാ, ഇനി പറയാൻ ഒരുത്തനും ഉണ്ടാ. അപ്പൊ ഇത്തരത്തിൽ ഇവന്മാരുടെ മുന്നിൽ വെച്ച് നമ്മൾ ബീഫ് കഴിച്ചുകൊണ്ട് നമ്മൾ പ്രതിഷേധിച്ചാൽ മാത്രം പോരാ, ഇവന്റെയൊക്കെ കരണം പൊട്ടിക്കാനും നമ്മൾക്ക് കഴിയണം. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മളോട് വന്നിട്ട് നമ്മുടെ അവകാശങ്ങൾ, എനിക്കർഹതപ്പെട്ടത് അല്ലെങ്കിൽ നമ്മുടെ മലയാളികൾക്ക് അർഹതപ്പെട്ടത്, ഇന്ത്യയിലെ പൗരൻ അവകാശപ്പെട്ടത്, അവനിക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ നീ ചെയ്യരുതെന്ന് പറയാൻ ഇവരൊന്ന് അറച്ചു നിൽക്കുകയുള്ളൂ. ആ ഭയം ഇവരുടെ മനസ്സിലുണ്ടാവണം. ഈ ഭയമാണ് ഈ ഉത്തരേന്ത്യയിലൊക്കെ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇവരുടെ എല്ലാ അജണ്ടകൾക്കും പിന്നിൽ ഭയമാണ്. ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ്. ആ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്നുള്ള അജണ്ടകൾക്ക് നമ്മളെ കിട്ടില്ല എന്നുള്ളത് നമ്മൾ തെളിയിച്ചു കൊടുക്കണം. നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളായിരിക്കണം അവരുടെ ഭയം. അങ്ങനെ ഭയപ്പെടുന്ന രീതിയിൽ ഉണ്ടാവുന്ന പ്രതികരണങ്ങൾ നമ്മളിൽ നിന്ന് ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ്.